ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനുവരി 27-ാം തീയതി കുറവിലങ്ങാട്ട് ദേവാലയത്തിലെ കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ആ ദേവാലയാങ്കണത്തിൽ കപ്പൽ പ്രദക്ഷിണം നടക്കുകയാണല്ലോ. ആ ദേവാലയത്തിന്റെ ചരിത്രമെല്ലാം നമ്മളിൽ പലർക്കും അറിയാവുന്നതാണ്. മാതാവ് ആദ്യമായി ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു ഇടമാണ് കുറവിലങ്ങാട് ദേവാലയം. എന്താണ് ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം? യേശുവിന്റെ 12 അപ്പസ്തലന്മാരിൽ ഒരാളായ തോമാസ് ലീഗ കേരളത്തിലെത്തി എന്നും തോമാസ് ലീഗ കാളിക്കാവ്, പകലേമറ്റം, ശങ്കരപുരി എന്ന ഈ 4 ഇല്ലത്തിലുള്ളവരെ മാമോദീസ മുക്കിയെന്നും ഈ 4 ഇല്ലങ്ങളിൽപ്പെടുന്ന ആളുകൾ AD 105 ഇവിടേക്ക് എത്തുകയും ഒരു ക്രൈസ്തവ സമൂഹം ആരംഭിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വസിക്കുന്നത്. AD 335 കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി കാട്ടിൽ പോയ കുറെ കുഞ്ഞുങ്ങൾ അവർക്ക് വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു, അപ്പമില്ല, വെള്ളമില്ല. ആ കുഞ്ഞുങ്ങൾ പേടിച്ച് കരയാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഒരു സ്ത്രീ, ആ സ്ത്രീയെ ആ മക്കൾ മുത്തിയമ്മ എന്ന് വിളിച്ചു, അമ്മുമ്മ എന്ന് വിളിച്ചു. കുറച്ച് പ്രായമായ ഒരു സ്ത്രീ കയ്യിൽ ഒരു കുഞ്ഞിനെയും പിടിച്ച്, ആ കുഞ്ഞിന്റെ കയ്യിൽ കുരിശുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളെ സമീപിക്കുന്നു. അവർ തങ്ങൾ പേടിച്ച് വിറങ്ങലിച്ചിരുന്ന ആ കുഞ്ഞുങ്ങൾ ഈ മുത്തിയമ്മയോട് തങ്ങളുടെ സങ്കടം പറഞ്ഞു, തങ്ങൾ വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞു, തങ്ങൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു, തങ്ങൾക്ക് ദാഹിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കിടക്കുന്ന കല്ല് ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തു. ആ കല്ല് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതാ വളരെ മൃദുവുള്ളതായിട്ട് മാറുന്നു. അത് അപ്പമായിട്ട് മാറി. കുഞ്ഞുങ്ങൾ ആ അപ്പം ഭക്ഷിച്ചു. അപ്പോഴും അവിടെ ദാഹം മാറിയിട്ടില്ല. ആ മുത്തിയമ്മ നിലത്ത് തന്റെ വിരൽ കൊണ്ട് ഇങ്ങനെ കുഴിച്ചപ്പോൾ അവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നു. കുഞ്ഞുങ്ങൾ ആ വെള്ളം കുടിച്ചു. ആ കുഞ്ഞുങ്ങളോട് ഈ മുത്തിയമ്മ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു ദേവാലയം പണിയണമെന്ന്. കുഞ്ഞുങ്ങൾ അപ്പവും വെള്ളവും ഒക്കെ കുടിച്ച് അവർ വീട്ടിലേക്ക് ഓടിപ്പോയി. തന്റെ മാതാപിതാക്കളോട് നടന്ന കാര്യങ്ങളെല്ലാം ആ കുഞ്ഞുങ്ങൾ വിവരിച്ചു. ആ മാതാപിതാക്കൾ മുത്തിയമ്മ, പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്തേക്ക് ഓടി വരികയും കൊടിയ വേനലിന്റെ സമയത്ത് വെള്ളമൊന്നും ആ ഭാഗത്തില്ലാത്ത സ്ഥലത്ത് കുഞ്ഞുങ്ങൾ പറഞ്ഞ മുത്തിയമ്മ തന്റെ വിരൽ കൊണ്ട് കുത്തിയ സ്ഥലത്ത് മാത്രം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവിടെ അവർ ദേവാലയം പണിയുന്നുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ആ സമയത്തുണ്ടായിരുന്ന ദേവാലയം നവീകരിക്കുകയും കുറച്ചും കൂടി വിപുലമായിട്ട് ദേവാലയ നവീകരണം പൂർത്തിയാക്കിയപ്പോ ദേവാലയത്തിന് മുൻപിലായിട്ട് 48 അടി ഉയരമുള്ള ഒറ്റ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഒരു കുരിശ് നാട്ടുവാൻ ആ ജനങ്ങൾ ആഗ്രഹിച്ചു. അവർ ആ കുരിശ് നാട്ടുവാനായിട്ട് പരിശ്രമിച്ചു. 48 അടിയുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ആ കരിങ്കുരിശ അതവർക്ക് അവിടെ എല്ലാ അധ്വാനങ്ങളും പാഴായിപ്പോയി. എല്ലാവരും ക്ഷീണിച്ചു. ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് അവർ ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോ പരിശുദ്ധമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധമ്മ അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ കൽക്കുരിശിന്റെ ഭാരം കുറഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഇന്ന് കുറവിലങ്ങാട് മുത്തിയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോ കാണുന്ന 48 അടി ഉയരമുള്ള കൽക്കുരിശ് അവർ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് വളരെ എളുപ്പത്തിൽ അവർക്ക് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. ഈ കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ദേവാലയത്തിൽ വ്യത്യസ്തമായ തിരുനാളുകൾ അവിടെ ആഘോഷിക്കുന്നുണ്ട്. അതിലൊരു തിരുനാളാണ് യോനാ പ്രവാചകന്റെ മാനസാന്തരവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള 3 നൊയമ്പിന്റെ തിരുനാൾ.
ഈ 3 നോമ്പ് തിരുനാളിലാണ് പ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം അവിടെ നടക്കുന്നത്. ആ കപ്പൽ പ്രദക്ഷിണത്തിന് തന്നെ ഒരു പാരമ്പര്യമുണ്ട്. ആ നാട്ടിലുണ്ടായിരുന്ന കടപ്പൂർ നിവാസികൾ, അവരുടെ പൂർവികന്മാർ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കടൽ പ്രക്ഷുബ്ധമാവുകയും വലിയൊരു അപകടത്തിലേക്ക് തങ്ങളുടെ കപ്പൽ പോകുന്നുവെന്ന് മനസ്സിലാക്കി ആ കടപ്പൂർ നിവാസികളായിട്ടുള്ള യാത്ര ചെയ്തിരുന്ന ആ കപ്പലിലെ ജനങ്ങൾ അവിടെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആ അമ്മ അവിടെ കടലിനെ ശാന്തമാക്കിയെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിന്റെ പേരിൽ കപ്പൽ പ്രദക്ഷിണം ആ തിരുനാളിന്റെ ഭാഗമായിട്ട് മാറി. ഇന്നും ആ കടമ്പൂർ നിവാസികളാണ് ഈ കപ്പൽ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകുന്നത്. യോനാ പ്രവാചകൻ പ്രക്ഷുബ്ധമായ കടലിൽ ആ യോനാ പ്രവാചകനെ കടലിലേക്ക് എടുത്തെറിയുമ്പോൾ ആ കടൽ ശാന്തമായതുപോലെ ഈ കപ്പൽ പ്രദക്ഷിണത്തിന്റെ അവസാനത്തിൽ പ്രതീകാത്മകമായിട്ട് യോനയെ കടലിലേക്ക് എറിയുന്നതുമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രദക്ഷിണം അവസാനിക്കുന്നത്. നമുക്ക് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കുറവിലങ്ങാട് മുത്തിയമ്മേ, കുറവില്ലാത്തവരായിട്ട് ഞങ്ങളെ മാറ്റണമേ. നമ്മുടെയൊക്കെ ജീവിതയാത്രകളിൽ ഒരുപക്ഷെ വഴിതെറ്റിപ്പോകുന്നുണ്ടാകാം, നിരാശയിലാകുന്നുണ്ടാകാം, ഞങ്ങൾ പേടിച്ചു പോകുന്നുണ്ടാകാം. അമ്മ ഞങ്ങളുടെ സഹായത്തിന് വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുറവിലങ്ങാട് മുത്തിയമ്മയുടെ മാധ്യസ്ഥം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.